ആലത്തൂർ ഇരട്ടക്കുളത്ത് വീടിടിഞ്ഞു, കുടുംബം രക്ഷപ്പെട്ടു. കറുവട്ട കോളനിയിലെ കൂലിപ്പണിക്കാരിയായ കനകത്തിന്റെ വീടാണ് മഴയിൽ ഇടിഞ്ഞു വീണത്. ഇവരുടെ ഭർത്താവ് മണികണ്ഠൻ വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടതാണ്. കനകത്തിന് വിദ്യാർത്ഥികളായ 3 മക്കളുണ്ട്. മഴ ഭയന്ന് മറ്റൊരു വീട്ടിലേക്ക് മാറിയതിനാലാണ് രക്ഷപ്പെട്ടത്. മഴ പെയ്യുമ്പോൾ ഇടിഞ്ഞു കൊഴിഞ്ഞു വീണതാണ്. താമസം എൻ്റെ 3 മക്കളും ഞാനും വീട്ടിലുണ്ടായിരുന്നില്ല, അങ്ങോട്ട് മാറി തിരിച്ചതാണ്. 16 വർഷം കഴിഞ്ഞു ഭർത്താവ് മരിച്ചിട്ട്. 3 മക്കളും ഞാനും വേണം താമസിക്കുന്നത്. കനത്ത മഴയിൽ വീടിന്റെ ഒരു ഭാഗം തകർന്നു വീണു. പാലക്കാട് പട്ടാമ്പി എടപ്പലപ്പള്ളത്ത് വീട്ടിൽ വേലായുധന്റെ വീടാണ് തകർന്നത്. വീടിന്റെ മുൻവശത്തെ ഭാഗമാണ് ഭാഗികമായി തകർന്നത്. ആർക്കും പരിക്കില്ല. രാവിലെ ഞങ്ങൾ ഒരു 5:30 സമയത്തൊക്കെ നീറ്റപ്പോളാ സൗണ്ട് കേട്ട്. നീറ്റിരിക്കായിരുന്നു അവിടെ. അപ്പോഴാ സൗണ്ട് കേട്ടത്. മകന്റെ കുട്ടി ഞാനൊക്കെ റൂമിലെ കിടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സൗണ്ട് കേട്ടപ്പോൾ വിചാരിച്ചു തന്നെ ഊന്ന്. എന്നും രാത്രിയിലൊക്കെ ഒരു സൗണ്ട് കേട്ടാൽ വേഗം വന്നു. കാറ്റുണ്ടായി തോന്നണു, അറിഞ്ഞില്ല. അപ്പം ആ ഷീറ്റ് പൊട്ടി കീറും ചെയ്തിറക്കണം. നനഞ്ഞ കാരണം പെട്ടെന്ന് വീണു. മർത്താണ്. കഴുക്കോലൊക്കെ ആകെ വീണ് പൊടിഞ്ഞ് പൊടിയാടി കഴിക്കാമല്ലോ. ഒന്നാതാ ഒരെണ്ണം തൂങ്ങി കിടക്കുന്നു. UTV ന്യൂസ്, പാലക്കാട്.